ഹലോ ഫ്രണ്ട്സ്, ജ്യോതിസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചെറുപയറാണ്. ഇതൊരു 6-7 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായി കഴുകിയെടുത്തതാണ്. നമുക്കറിയാം, ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയതാണ് ചെറുപയറിൽ. അതുകൊണ്ട് തന്നെ ചെറുപയർ വെച്ചുണ്ടാക്കുന്ന റെസിപ്പീസ് എല്ലാം വളരെ ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ച് ആണ്, അതുപോലെ റിച്ച് ഇൻ ഫൈബറാണ്. പിന്നെ വെയിറ്റ് ലോസിന് നല്ലൊരു റെസിപ്പിയാണ് ചെറുപയർ ദോശ. അതുപോലെ പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, അങ്ങനെ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയതാണ് ചെറുപയറിൽ. അപ്പോൾ ചെറുപയർ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ 1 കപ്പ് കഴുകിയെടുത്ത ചെറുപയർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളകും പിന്നെ ഒരു പിടി മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂണ് ചെറിയ ജീരകമാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരച്ചതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് 2 കപ്പ് വെള്ളമാണ്. അപ്പോൾ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതാ അരച്ചുകൊണ്ട് വന്ന കൂട്ട് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് മിക്സി കഴുകിയ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് നമ്മുടെ ദോശയുടെ ബാറ്റർ അതേ രീതിയിലാണ് ഇതും തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ചൂടായ പാനിലേക്ക് നമ്മൾ സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ ഇത് ദോശ ചുട്ടെടുക്കാം. ചെറുതായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ദോശ ചുടുന്ന പോലെ തന്നെ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നല്ല ഹെൽത്തിയാണ് ഈ ഒരു ദോശ. ഒരു വെറൈറ്റി ദോശ കൂടിയാണിത്. അതിനുശേഷം നമുക്കിതാ ഈ രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് 2 സൈഡും നന്നായിട്ട് മുരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ അടുത്ത ദോശയും തയ്യാറാക്കി എടുക്കുകയാണ്. നല്ല ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കാവുന്നതാണ്. എന്നാലാണ് നല്ല ടേസ്റ്റ്. അടുത്ത ദോശ ഇതുപോലെ തന്നെ നെയ്യ് ഒഴിച്ച് മുരിയുന്നതിനനുസരിച്ച് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ അടുത്ത ദോശയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് മടക്കിയിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഞാനൊരു ദോശയും കൂടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഫ്ലെയിം അധികം ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് അടുത്ത ദോശയും കൂടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയുമാണ്. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അരച്ചതിന് ശേഷം അപ്പം തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു വളരെ ഹെൽത്തി ആൻഡ് സിമ്പിൾ ദോശയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആൻഡ് ഹെൽത്തി റെസിപ്പിയാണ്.
ഞാൻ ഈ ചെറുപയർ ദോശയുടെ സെർവ് ചെയ്യുന്നത് പുതിന ചട്നിയും അതുപോലെ സാമ്പാറുമാണ്. പുതിന ചട്നിയുടെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.